നടൻ കലാഭവൻ നവാസിന് കലാകേരളത്തിന്റെ വിട. ചോറ്റാനിക്കരയിലെ ഹോട്ടലിൽ ഇന്നലെ മരിച്ച നിലയിൽ കണ്ടെത്തിയ നടന്റെ പോസ്റ്റ്മോർട്ടം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നടക്കുകയാണ്. വൈകിട്ട് 6 മണിക്ക് ആലുവ ടൗൺ ജുമാ മസ്ജിദിലാണ് സംസ്കാരം. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തിട്ടുണ്ട്. നവാസും നിയാസും ഈ പറയുന്നവര് വളരെ പോസിറ്റീവായിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ്. നവാസും നിയാസും എനിക്ക് ഇവിടെ ഞങ്ങൾ പുതിയ റോഡ് വന്നു കഴിഞ്ഞ സമയത്ത് എൻ്റെ ഇരട്ട കുട്ടികൾ പറഞ്ഞ സമയത്ത് വൈഫും ഇവിടെയും കൂടി എൻ്റെ വീട്ടിലേക്ക് വന്ന കാര്യങ്ങൾ ഇപ്പോഴും അന്ന് തുടങ്ങി ഇന്ന് വരെ അത്രയും സ്നേഹമുള്ള മനുഷ്യനാണ് നവാസും നിയാസും. അതെ, ആ കുടുംബം അതെ വേദിക്കാനായിട്ട് പറ്റണല്ലോ, വേറെ വഴികളെത്താൻ ചെയ്യേണ്ടത് അറിയില്ല. നവാസിന്റെ വിയോഗം എന്ന് പറയുമ്പോൾ ഒട്ടും വിശ്വസിക്കാൻ പറ്റില്ല. ഇത് അറിഞ്ഞപ്പോൾ തന്നെ, കാരണം ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു മെമ്പറാണ് മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷന്റെ. മാത്രമല്ല ഞാനായിട്ടുള്ള പരിചയം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സുഹൃത്തുക്കൾ ഇപ്പോൾ എൻ്റെ ഒപ്പം രഘുവുണ്ട്, രാജീവുണ്ട്. വർഷങ്ങളായിട്ടുള്ള പരിചയമാണ് നവാസായിട്ട്. നവാസ് വടക്കാഞ്ചേരിയിൽ നിന്ന് അവിടുന്ന് വീടെല്ലാം വിറ്റ് വന്ന് താമസിക്കുന്നത് ആലുവയിലാണ് ഇപ്പോൾ. അപ്പം എന്നോട് പറഞ്ഞു, മാട്ടിൻ ചേട്ടാ ഞാൻ മാട്ടിച്ചേട്ടൻ്റെ വീടിൻ്റെ അടുത്താണ് താമസിക്കാൻ വരുന്നതെന്ന് പറഞ്ഞ്. അങ്ങനെ വളരെ സന്തോഷമായിട്ടുള്ള ഇതായിരുന്നു. ഞങ്ങൾ ഒരുപാട് ഷോസൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഈ ഓണത്തിന് ആള് UK പോകാനിരിക്കുകയായിരുന്നു. അവിടെ ഓണ പ്രോഗ്രാം, അതും എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് പറഞ്ഞു. വല്ലാത്തൊരു വിയോഗം തന്നെയാണ്. മിമിക്രി രംഗത്തെ നവാസിന്റെ അടുത്ത കൂട്ടുകാരാണ് രാജീവ് കളമശ്ശേരിയും ഹരിശ്രീ മാർട്ടിനും ഒക്കെ. ഇവരെല്ലാം അവിടെ എത്തിയിട്ടുണ്ട്. അവർ അനുസ്മരിക്കുകയാണ്. അവർക്ക് ദുഃഖം താങ്ങാനാവില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇവരെല്ലാം അടുത്ത സുഹൃത്തുക്കൾ, ഒരേ സമയം മിമിക്രി കളിച്ച് നടന്നവർ, മിമിക്രി വേദികളിൽ ഒട്ടേറെ മിമിക്രി വേദികൾ കയ്യിലെടുത്തിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കൾ ഞെട്ടലിലാണ്. അവർക്ക് വിശ്വസിക്കാൻ പോലും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഡാനി പോൾ ചേരുന്നു. ഡാനി, മൊത്തത്തിൽ സിനിമാ ലോകത്തിന് ഈ ഞെട്ടലുണ്ടല്ലോ. നവാസിനെ അറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ് നവാസ് എങ്ങനെയുള്ള ഒരാളായിരുന്നുവെന്ന്. എപ്പോഴും ചിരിച്ചുകൊണ്ട് മാത്രം സംസാരിക്കുന്ന ആളാണ് നവാസ്. നവാസിനെ മറക്കാൻ കഴിയില്ല എന്തായാലും. എന്താണ് ഇനിയുള്ള നടപടിക്രമങ്ങൾ? എന്താണ്? പോസ്റ്റ്മോർട്ടം എപ്പോൾ കഴിയും? മൃതദേഹം എപ്പോൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകും? മഞ്ജുഷ, ഇവിടെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടന്നിട്ടുള്ളൂ. ഇൻക്വസ്റ്റ് കുറച്ച് അല്പസമയം മുൻപാണ് പൂർത്തിയാക്കിയത്. ഇനിയിപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. ഏതാണ്ട് 12:00 അത് പൂർത്തിയാകുമെന്നാണ് അല്പസമയം മുമ്പ് ഇവിടെ അധികൃതർ അറിയിച്ചത്. 1 മണിയോടുകൂടി ഇവിടെ മതപരമായ ഒരു ചടങ്ങ് കൂടി അടുത്ത ഒരു പള്ളിയിൽ ഉണ്ട്. അതിനുശേഷം ആണ് വീട്ടിലേക്ക് കൊണ്ടുപോകുക. 1 മണിയോടുകൂടി ആ വീട്ടിലേക്ക് മൃതദേഹം എത്തിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായിട്ടാണ് ബന്ധുക്കൾ പറഞ്ഞത്. ഇവിടെ ഈ പരിസരത്ത് ഇവിടെ രാവിലെ മുതൽ തന്നെ ഇവിടേക്ക് എത്തുന്ന നമ്മൾ വരുന്നത് നിരവധിയായ സുഹൃത്തുക്കൾ, നവാസിന്റെ സുഹൃത്തുക്കൾ, അതോടൊപ്പം തന്നെ സഹപ്രവർത്തകരായിരുന്നവർ, അങ്ങനെ ഒട്ടനവധി പേർ ഇവിടേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ദീർഘകാലമായ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരായിരുന്നവർ അടക്കം, കുടുംബാംഗങ്ങൾ, ജ്യേഷ്ഠൻ നിയാസ് അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്, രാവിലെ തന്നെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിക്കുക. അതിനുശേഷം ആലുവ ചൂണ്ടിയിലുള്ള വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ 4 മണിവരെയാണ് വീട്ടിൽ അവിടെ നവാസിന്റെ മൃതദേഹം ഉണ്ടാവുക. അതിനുശേഷം ആലുവ ടൗൺ ജുമാ മസ്ജിദിലാണ് ഖബറടക്കമടക്കമുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഏതാണ്ട് ഒരു 1.5 മണിക്കൂറോളം അവിടെ പൊതുദർശനത്തിനുള്ള ക്രമീകരണം അവിടെയാണ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം 6 മണിക്ക് അവിടെ ഖബർസ്ഥാനിൽ അവിടെ ഖബറടക്കമുള്ള കാര്യങ്ങൾ നടക്കും. ഈ രീതിയിലാണ് ഇപ്പോഴുള്ള ഒരു ക്രമീകരണം എന്ന രീതിയിലേക്ക്. ഇന്നലെ ചോറ്റാനിക്കരയിലെ ഹോട്ടലിൽ, ബൃന്ദാവൻ ഹോട്ടലിൽ കുഴഞ്ഞു വീണ് ആയിരുന്നുവല്ലോ മരണം. ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ജീവൻ ഉണ്ടായിരുന്നു, അങ്ങനെയും പറയുന്നുണ്ടല്ലോ. എന്താണ് അതിന്റെ ഒരു വിശദാംശം? ഒരുപാട് സമയം അദ്ദേഹം മുറിയിൽ കിടന്നിരുന്നു, അങ്ങനെയാണോ? ഏതാണ്ട് ആ രീതിയിലൊരു പ്രാഥമിക അനുമാനമുണ്ട്. കാരണം അതായത് മുറിയിലേക്ക് എത്തിയതിനു ശേഷം കുഴഞ്ഞു വീഴുകയായിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ റൂം വെക്കേറ്റ് ചെയ്തു എന്നത് സംബന്ധിച്ച് അദ്ദേഹം അവസാനം ഇപ്പോൾ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന ചിത്രം പ്രകമ്പനം, അതിന്റെ സെറ്റിൽ നിന്ന് അതിന്റെ അണിയറ പ്രവർത്തകർ വിളിച്ചു ചോദിക്കുകയും നവാസ് അവിടെ നിന്ന് വെക്കേറ്റ് ചെയ്തു എന്ന് ചോദിക്കുമ്പോഴാണ് റൂം ബോയ് അവിടേക്ക് ചെല്ലുകയും ചെയ്യുന്നത്. കാരണം അതിന് വെക്കേറ്റ് ചെയ്ത് പോരാനുള്ള ഒരു സമയമാകുന്നു. അപ്പോഴാണ് അവിടെ തറയിൽ വീണ് കിടക്കുന്ന രീതിയിൽ നവാസിനെ കാണുകയും ചെയ്തത്.
തുടർന്ന് ഇവർ വളരെ പെട്ടെന്ന് തൊട്ടടുത്ത് തന്നെയുള്ള ആശുപത്രിയിലേക്ക് വളരെ പെട്ടെന്ന് ചോറ്റാനിക്കരയിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചു. 1 മിനിറ്റിന്റെ ഒരു ദൈർഘ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷെ അപ്പോഴേക്കും, അതായത് ഹോട്ടൽ മുറിയിൽ നിന്ന് അദ്ദേഹത്തെ ഇവിടേക്ക് വരുമ്പോൾ ജീവനുണ്ടായിരുന്നു, ചെറിയ സ്പന്ദനങ്ങൾ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. ഇതിനുശേഷം ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോഴേക്കും മരണമടഞ്ഞു എന്നതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഇതിൽ ഒരു അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. അതൊരു സ്വാഭാവിക നടപടി തന്നെയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ വരുമ്പോൾ കൂടുതൽ വിശദാംശങ്ങൾ അതിലേക്ക് വരും. ഹൃദയസംബരമാണ് മരണകാരണം എന്ന രീതിയിൽ തന്നെയാണ് പ്രാഥമികമായ ഒരു അനുമാനമുള്ളത്. പ്രാഥമികമായ ഒരു വിലയിരുത്തലും കാര്യങ്ങളും ആ രീതിയിലാണ്. ഇന്നലെ ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോൾ അവരും പറഞ്ഞത് ഈ രീതിയിലുള്ളൊരു വിലയിരുത്തലാണ്. അവിടെ ആദ്യ ഘട്ടം നടത്തിയ വൈദ്യപരിശോധനയിലടക്കം വ്യക്തമാക്കിയത്. ഈ രീതിയിൽ ഹൃദയസ്തംഭനം ഉണ്ടായിട്ടുണ്ട് എന്ന പ്രാഥമികമായ ഒരു അനുമാനമാണ് അവർക്കുള്ളത്. എന്തായാലും ഇതിനൊരു വിശദമായ വസ്തുതാപരമായ ഒരു റിപ്പോർട്ട് ഇന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് ഒരു അസ്വാഭാവിക മരണത്തിന് കേസെടുക്കുകയും അതിനൊരു നടപടികളിലേക്ക് പോയിരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ പോലീസ് സർജന്റെ സാന്നിധ്യത്തിലാണ് അതിന്റെ ഒരു നടപടികളുടെ ഭാഗമായി പോലീസ് സർജന്റെ സാന്നിധ്യത്തിലാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം അതോടൊപ്പം തന്നെ ഇൻക്വസ്റ്റ് നടപടികളും എല്ലാം തന്നെ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും വൈകാതെ ഒരു 12:30 മണിയോടുകൂടിയാണ് ഒരു സമയം പ്രതീക്ഷിക്കുന്നത്. ആ സമയത്തോടുകൂടി അത് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കുകയും തുടർന്ന് വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. 1 മണി മുതൽ ഏതാണ്ട് 4 മണി വരെയാണ് വീട്ടിൽ ഉണ്ടാകുക, മൃതദേഹം ഉണ്ടാകുക എന്നാണ്. അതിനുശേഷമാണ് പൊതുദർശനത്തിനായി ആലുവ ടൗൺ ജുമാ മസ്ജിദ് അവിടേക്ക് കൊണ്ടുപോവുകയും പൊതുദർശനത്തിലുള്ള ക്രമീകരണങ്ങളെല്ലാം അവിടെയാണ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം 6 മണിയോടുകൂടി ഖബറടക്കമടക്കമുള്ള കാര്യങ്ങൾ നടക്കുകയും ചെയ്യും. നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന സഹോദരൻ നിയാസ് അടക്കമുള്ളവരെയാണ് കാണുന്നത്. മറ്റ് സഹപ്രവർത്തകർ സാജു നവോദിയും ജിൻഡോ കലാഭവനും അടക്കമുള്ള മറ്റ് ഈ മേഖലയിൽ നിന്നുള്ള സഹപ്രവർത്തകരടക്കം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഏതായാലും നിരവധി ആളുകൾ ഇവിടേക്ക് വരികയും അതോടൊപ്പം തന്നെ അവർ ഏകകണ്ഠമായി സമർത്ഥിക്കുകയും ചെയ്യുന്നൊരു കാര്യം നേരത്തെ മഞ്ജുഷ് പറഞ്ഞതുപോലെ എപ്പോഴും ചിരിച്ചുകൊണ്ട് മാത്രം ഈ എല്ലാ സെറ്റിലും അതോടൊപ്പം തന്നെ സ്റ്റേജ് ഷോയിലും എല്ലാം കാണുന്ന ഒരു സുഹൃത്ത്, അത് വളരെ അപ്രതീക്ഷിതമായൊരു വിയോഗം അവർക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഒരുപാട് കഷ്ടതകളിലൂടെ മിമിക്രി രംഗത്ത് അതിൻ്റെ ഒരു തുടക്കക്കാരൻ ഇന്ന് നമ്മൾ കാണുന്ന ഈ ഒരു മിമിക്രി രംഗം ഇതെല്ലാം അതിൻ്റെ ഒരു സ്റ്റേജ് ഷോയ്ക്കെല്ലാം വലിയ സ്വീകാര്യത കിട്ടുന്നതിലെല്ലാം തന്നെ പ്രഥമ കാരണം ഇതുപോലുള്ള തുടക്കക്കാർ അവർ തുടങ്ങിവെച്ച നിരവധിയായ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു. അതിലൂടെയാണ് അവർ കടന്നു വരികയും എല്ലാം തന്നെ മറ്റുള്ളവർ എല്ലാവരും തന്നെ ഈ രംഗത്തേക്ക് കടന്നു വരികയും എല്ലാം തന്നെ ചെയ്യുന്നത്. ഏതായാലും നിരവധി ആളുകൾ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാവരും അനുസ്മരിക്കുന്നത് ഒരു നവാസിന്റെ ഒരു സൗഹൃദവും കാര്യങ്ങളും എല്ലാം തന്നെയാണ്. ശരി ഡാനി, എന്തായാലും 80കളിലും 90കളിലും ഒക്കെ മിമിക്രി വേദികളിൽ പുതിയ പുതിയ നമ്പറുകളുമായി കത്തിക്കയറിയ ആളാണ് കലാഭവൻ നവാസ്. അദ്ദേഹത്തിന് ഈ 51ാമത്തെ വയസ്സിൽ വിട നൽകേണ്ടി വന്നിരിക്കുകയാണ്. ആകസ്മികമായ നിര്യാണത്തിൽ ഇപ്പോൾ അനുശോചിക്കുകയാണ് സിനിമാ ലോകം. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ കൂടി നോക്കാം.